ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫോർത്ത് സെമ്മിൻ്റെ സോഷ്യോളജിക്കാരുടെ മെയിൻ പേപ്പറാണ് ഇത് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന പേപ്പർ. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ്, ആ ബ്ലോക്കിൽ ഒരു യൂണിറ്റ് തന്നെ ഉള്ളൂ. ആ യൂണിറ്റാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലുള്ള മലയാളം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് പെയ്ഡ് നോട്ട്സ് ആണ് കേട്ടോ, പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേരെന്താണ്? ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്നതാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഒരൊറ്റ യൂണിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ, കൊളോണിയൽ ഇമേജും ഇന്ത്യൻ നാഷണലിസവുമാണ്. അതിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള മേഖലകളെ മാത്രം വിശദീകരിച്ചൊന്ന് പറയാം. നമ്മളോട് ചോദിക്കുക, ഇന്ത്യൻ ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തെയും കുറിച്ച് കൊളോണിയലിസ്റ്റ് ചരിത്രകാരന്മാരുടെയും ദേശീയവാദ ചരിത്രകാരന്മാരുടെയും വീക്ഷണങ്ങളെ താരതമ്യം ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അതിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ഇന്ത്യൻ ദേശീയവാദ ചരിത്രകാരന്മാരുടെയും ആശയങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ത്യൻ ദേശീയതയും ദേശീയ പ്രസ്ഥാനത്തെയും കുറിച്ചുള്ള കൊളോണിയലിസ്റ്റ് ദേശീയവാദ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങളൊക്കെ എന്താണ്? ഇന്ത്യൻ ദേശീയതയുടെ നാട്ടറിവ് അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ വീക്ഷണങ്ങളിൽ നിന്ന് തികച്ചും, അതായത് ദേശീയ വീക്ഷണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളാണ് ആർക്കുണ്ടായിരുന്നത്? കൊളോണിയലിസ്റ്റുകൾക്ക്, അല്ലെങ്കിൽ കൊളോണിയലിസ്റ്റ് ചിന്തകൾക്ക്, അല്ലെങ്കിൽ ചരിത്രകാരന്മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഏതെല്ലാം കാര്യങ്ങളിലാണ് അവരുടെ വ്യത്യാസം കാണുന്നത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് വരുന്നത് ദേശീയതയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള വ്യത്യാസമാണ്. ദേശീയതയുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ കൊളോണിയലിസ്റ്റുകൾ പറയുന്നത്, ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ തദ്ദേശീയത എന്നത്, അതായത് ഇന്ത്യൻ ദേശീയത എന്നത് യൂറോപ്യൻ മാതൃകയിലാണ് അവർ മനസ്സിലാക്കിയത്. ഇന്ത്യയെ അവർ ഒരു സാംസ്കാരിക പരസ്പര ബന്ധമില്ലാത്ത ജാതികളും മതങ്ങളും ഒക്കെ ആയിട്ട് ജനങ്ങളുടെ ഒരു സമാഹാരമായിട്ട് കണ്ടിരുന്ന, അല്ലെങ്കിൽ കാണുന്ന ഒരു രീതിയാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയത ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും ബ്രിട്ടീഷ് ഭരണമാണ് ഇന്ത്യയിലെ ഏകീകൃതമായ രാഷ്ട്രീയ ചിന്തയും ദേശീയതയും രൂപപ്പെടുത്തിയത് എന്നുമാണ് കൊളോണിയലിസ്റ്റുകളുടെ വാദം. അതേസമയം ഇന്ത്യൻ വീക്ഷണത്തിൽ, അല്ലെങ്കിൽ ദേശീയവാദ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ, ഇന്ത്യൻ ദേശീയവാദികൾ, പ്രത്യേകിച്ചും ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു പോലെയൊക്കെയുള്ള ദേശീയ നേതാക്കന്മാർ ദേശീയത ഒരു ആന്തരിക ബോധവും ഐക്യബോധവുമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഇന്ത്യയുടെ വിധത്തിലുള്ള, അതായത് നാനാത്വത്തിലുള്ള ഒരു ഏകത്വം, ഒരു ഐക്യം നിലവിലുണ്ട് എന്നും ദേശീയത ജനകീയ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നതാണ് എന്നുമാണ് അവർ പറയുന്നത്. ഇനി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഉത്ഭവത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വീക്ഷണം നോക്കുകയാണെങ്കിൽ കൊളോണിയലിസ്റ്റുകൾ പറയുന്നത് ദേശീയ പ്രസ്ഥാനം വിദ്വാൻമാരുടെയും ആധുനിക വിദ്യാഭ്യാസം നേടിയ എലൈറ്റ് വർഗത്തിൻ്റെയും ബുദ്ധിമുട്ടുകൾ മാത്രമാണ് എന്നാണ്. പൊതുജനങ്ങളുമായിട്ടും ജനാധിപത്യവുമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് കൊളോണിയലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം ഇന്ത്യൻ വീക്ഷണത്തിൽ ദേശീയ പ്രസ്ഥാനം ഒരു ജനകീയ പോരാട്ടമാണ്. അത് കർഷകരുടെയും തൊഴിലാളികളുടെയും സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് മുന്നേറിക്കൊണ്ടിരുന്നത്. അത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങളുടെ ശക്തമായ എതിർപ്പായിട്ട്, അല്ലെങ്കിൽ വിമോചന പ്രസ്ഥാനമായിട്ട് പ്രതിനിധീകരിക്കുന്നുണ്ട് അവർ. ഇനി ആധുനികതയുമായിട്ട് ബന്ധപ്പെട്ട സമീപനങ്ങൾ നോക്കുകയാണെങ്കിലോ, അതിൽ കൊളോണിയലിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യൻ ദേശീയതയെ ഒരു പാശ്ചാത്യ ആധുനിക ഘടനയായിട്ടാണ് അവർ കാണുന്നത്. അതായത് പാശ്ചാത്യ ആധുനികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മുന്നേറിയത് പാശ്ചാത്യരെ കണ്ടിട്ട്, അതായത് ഈ പറയുന്ന ബ്രിട്ടീഷുകാരെ കണ്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള നിലപാടാണ്. ഇനി ദേശീയവാദികളുടെ കാഴ്ചപ്പാടോ, ദേശീയവാദികളുടെ കാഴ്ചപ്പാട് ഭാരതീയ ആധുനിക പാശ്ചാത്യ മാതൃകകളുടെ പിന്തുണയിലുള്ളതല്ല, മറിച്ച് സ്വദേശീയ ചിന്തകളും മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്രമായി വികസിച്ച ഒരു ഘടനയാണ് ദേശീയവാദികൾ രൂപപ്പെടുത്തുന്നത്. ഇനി ഇന്ത്യയുടെ ചരിത്രബോധത്തെക്കുറിച്ചുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിലോ, കൊളോണിയലിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യക്ക് ചരിത്രമില്ല എന്ന ധാരണയാണ് അവർക്കുള്ളത്. അവർ ഇന്ത്യയുടെ സമ്പന്നമായ വാചിക ചരിത്രവും സംസ്കാരവും വിലമതിക്കാനാവാത്തതാണ് എന്നാണ് പറയുന്നത്. അവരൊരു എഴുതിയ ചരിത്രം ഇന്ത്യക്കില്ല, പകരം അതെങ്ങനെയുള്ളതാണ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നീട്, എങ്ങനെ യൂറോസെൻട്രിക്കാണ്, അതായത് യൂറോപ്പിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഇന്ത്യക്കുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ ദേശീയവാദികളുടെ നിലപാട് ഇന്ത്യക്ക് വലിയൊരു പാരമ്പര്യവും ചരിത്രവുമുണ്ട് എന്നാണ്. ദേശീയ പ്രസ്ഥാനം ഇന്ത്യയുടെ പൗരാണികവും സാംസ്കാരികവുമായ ഐക്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ദേശീയവാദികൾ കാണുന്നത്. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി ദേശീയതയും കൊളോണിയലിസത്തെയും കുറിച്ചുള്ള ഗാന്ധിജിയുടെയും അംബേദ്കറിൻ്റെയും സമീപനമാണ്. അത് ഇതേപോലെ നമുക്ക് പോയിൻ്റായിട്ട് തന്നെ പറയാൻ നോക്കാം. അപ്പോൾ ദേശീയതയുടെ ദർശനം നോക്കുകയാണെങ്കിൽ, കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ, മഹാത്മാഗാന്ധി പറയുന്നത് ആത്മപരിഷ്കാരവും ഗ്രാമസ്വരാജ്യം എന്ന ആശയവുമാണ് ദേശീയതയുടെ അടിസ്ഥാനം എന്നാണ്. അതായത് ഗാന്ധിജി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതേസമയം അംബേദ്കർ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക നീതിയില്ലെങ്കിൽ യഥാർത്ഥ ദേശീയത ഇല്ല എന്ന് വാദിക്കുന്നു. സമൂഹത്തിലെ അക്രമികളുടെ സ്വാതന്ത്ര്യത്തിന് അദ്ദേഹം മുൻഗണന കൊടുക്കും. ഇനി കൊളോണിയലിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗാന്ധിജി ബ്രിട്ടീഷ് ഭരണത്തെ ആധുനികതയുടെ പേരിൽ ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതോടൊപ്പം ബാഹ്യ അധിനിവേശത്തിനെതിരെയുള്ള ആത്മബന്ധം ആവശ്യമാണ് എന്നും സൂചിപ്പിക്കുന്നു.
അംബേദ്കർ ബ്രിട്ടീഷ് അധിനിവേശ മുതലാളിത്തത്തിൻ്റെയും ദളിതരടക്കമുള്ള ചൂഷണ വിഭാഗത്തിൻ്റെയും പ്രതിനിധിയായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തെ വ്യക്തിഗത അവകാശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറ്. അതായത് ചിലത് നമുക്ക് അവരിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട് എന്നുള്ളത് അംഗീകരിച്ചിരുന്നു. ഇനി പ്രതിരോധ മാർഗങ്ങൾ രണ്ടാളുടേത് നോക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ അറിയാലോ നമുക്ക് ഏതൊക്കെയാണ്: അഹിംസ, സത്യാഗ്രഹം എന്ന ധാർമ്മിക മൂല്യങ്ങൾ വഴിയുള്ള രാഷ്ട്രീയ വിപ്ലവം. അംബേദ്കറോ നിയമപരമായ ഭരണം, ഭരണഘടനാ പരിഷ്കാരങ്ങൾ, രാഷ്ട്രീയ തത്വശാസ്ത്രം എന്നിവയെ ആധാരമാക്കിയുള്ള പരിഷ്കാരങ്ങളാണ് താല്പര്യപ്പെടുന്നത്. ഇനി സാമൂഹിക ഏകപക്ഷത നോക്കുകയാണെങ്കിലോ ഗാന്ധിജി ഹരിജന സേവനം വഴി തൊട്ടുകൂടായ്മയ്ക്കെതിരെ പ്രവർത്തിച്ചു. വർഗവ്യവസ്ഥയെയും മതപരമായ സംസ്കാരങ്ങളെ അദ്ദേഹം സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. അതേസമയം അംബേദ്കർ ജാതിവ്യവസ്ഥയെ പൂർണ്ണമായിട്ട് നിഷേധിച്ചു. മതപരമായ ഏകപക്ഷീയതയ്ക്ക് പകരം സാമൂഹികമായ അല്ലെങ്കിൽ സമൂഹപരമായ സമത്വമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇനി ആധുനികതയുടെ കാര്യത്തിലുള്ള സമീപനം നോക്കിയാൽ ഗാന്ധിജി ആധുനികതയുടെ ചില ഘടകങ്ങൾ ഇപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം, വ്യവസായം ഇതിനൊക്കെ വിമർശിച്ചു. തദ്ദേശീയ മാതൃകകൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്തു. അതേസമയം അംബേദ്കർ പാശ്ചാത്യ വിദ്യാഭ്യാസവും ശാസ്ത്രവും സാമൂഹിക നീതി നേടിയെടുക്കാൻ വേണ്ടി അത് ആവശ്യമാണ് എന്ന് വാദിക്കുന്ന, അതായത് ആധുനികതയെ സ്വീകരിച്ച വ്യക്തിയാണ് അംബേദ്കർ. ഇനി രാജ്യസ്നേഹത്തിൻ്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ഗാന്ധിജി ആത്മീയത, ധാർമ്മികത, പരസ്പരബോധം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ അംബേദ്കർ സാമൂഹിക നീതി, നിയമപരമായ സമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അതായത് ഗാന്ധിജിയെ ആത്മീയ സാംസ്കാരിക ഐക്യത്തിൽ ഗാന്ധിജി ദേശീയത കണ്ടപ്പോൾ അംബേദ്കർ നിയമപരമായ സമത്വം, സാമൂഹിക നീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയത നിർവചിച്ച വ്യക്തിയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത്: ഒന്നാമത്തത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. രണ്ടാമത്തത് മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. മൂന്നാമത്തത് സാമൂഹിക നീതിയിലേക്കുള്ള ഒരു പ്രതിബദ്ധത ഇന്ത്യൻ ഭരണഘടന ഉറപ്പ്. അതായത് ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ ഒരു പ്രതിബദ്ധത നമുക്ക് ഗവൺമെൻറ്റിന്, രാഷ്ട്രത്തിന് കൊടുക്കും. നാലാമത്തത് ഭരണ സംവിധാനത്തിന് രൂപം കൊടുക്കുന്നു. ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെ വിഭജിക്കുകയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഭിന്നതയിൽ ഐക്യം, നാനാത്വത്തിൽ ഏകത്വം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാനതയാണ്. മറ്റൊന്ന് കോടതികളുടെ അധികാരങ്ങൾക്ക് അടിസ്ഥാനം. അതായത് എന്ത് പൗരന്മാർക്ക് അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് കോടതിയെ സമീപിച്ച് നേടിയെടുക്കാൻ ഉള്ളൊരു ഉറപ്പ് ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ 6 കാര്യങ്ങളാണ് ഭരണഘടനയുടെ പ്രാധാന്യമായിട്ട് പറയുന്നത്. ഒന്ന് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. രണ്ടാമത്തത് മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. 3 സാമൂഹിക നീതിയിലേക്കുള്ള പ്രതിബദ്ധത. 4 ഭരണ സംവിധാനത്തിന് രൂപം കൊടുക്കുന്നു. 5 നാനാത്വത്തിൽ ഏകത്വം. 6 കോടതികളുടെ അധികാരങ്ങൾക്ക് അടിസ്ഥാനം. ഇനി അടുത്തത് ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതരത്വത്തിൻ്റെ അർത്ഥവും പ്രസക്തിയും, അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഭരണഘടനാ തത്വശാസ്ത്രത്തെക്കുറിച്ചുമാണ് നമ്മളോട് ചോദിക്കാമല്ലോ. ആദ്യം മതേതരത്വം പറയാം നമുക്ക്. മതേതരത്വം എന്നത് സർക്കാർ ഒരു മതത്തോടും ചേരാതിരിക്കുകയും എല്ലാ മതങ്ങളോടും ഒരേ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ആശയത്തിൽ ഇത് പോസിറ്റീവ് സെക്യുലറിസം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എല്ലാ മതങ്ങളോടും പരസ്പര ബഹുമാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും നിയന്ത്രണത്തോടെയും ചേരുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മതസ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും മൗലികാവകാശമാണ്. രാഷ്ട്രീയത്തിൽ മതത്തിന് യാതൊരു ഇടപാടും ഇല്ല. നിയമങ്ങൾ മതപരമായ പരിധിയില്ലാതെ തയ്യാറാക്കണം എന്നും ഭരണഘടന പറയുന്നുണ്ട്. ധാർമ്മിക നിരപേക്ഷത അല്ലെങ്കിൽ നിരപേക്ഷമായിട്ടുള്ള സർക്കാരായിരിക്കണം രൂപീകരിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇനി ഇന്ത്യയിലെ മതപരമായ വൈവിധ്യം നിലനിൽക്കുന്നതിനുള്ള അടിത്തറയാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം ഇല്ലെങ്കിൽ സമൂഹത്തിൽ മതപാരമ്പര്യങ്ങൾ, വംശീയത മുതലായവ രൂപം കൊള്ളും. അപ്പോൾ മതേതര ഭരണത്തെ നശിപ്പിച്ചാൽ ഭരണഘടനാപരമായ ഏകപക്ഷത, അതായത് ഐക്യവും ജനാധിപത്യവും അപകടത്തിലാവും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മുടെ ദേശീയ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം? ഒന്നാമത്തത് പരമാധികാരം തന്നെ. രണ്ടാമത്തത് മതേതരത്വം. മൂന്നാമത്തത് സോഷ്യലിസ്റ്റ് ഭരണഘടനയാണ്. നാലാമത്തത് ജനാധിപത്യം. 5 റിപ്പബ്ലിക്ക്. മറ്റൊന്ന് മൗലികാവകാശങ്ങളും മൗലിക ചുമതലകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതൊക്കെയാണ് അതിൻ്റെ തത്വശാസ്ത്രം കേട്ടോ. ഇനി കോളനിവൽക്കരണത്തിൻ്റെ പ്രക്രിയയും രീതിയുമാണ്. കോളനിവൽക്കരണ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഒന്ന് ആധിപത്യം സ്ഥാപിക്കലാണ്. കോളനിവൽക്കരണ പ്രക്രിയയിൽ ഒന്നാണ് ആധിപത്യം സ്ഥാപിച്ചെടുക്കുക. ആരെയാണോ കോളനിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക. രണ്ടാമത്തത് സമ്പദ് വ്യവസ്ഥയുടെ പുനഃസംഘടനമാണ്. അവരുടെ താല്പര്യം, അതായത് ആരാണോ കോളനിയാക്കാൻ വന്ന സാമ്രാജ്യത്വ ശക്തി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സമ്പദ് വ്യവസ്ഥയെ പുനഃസംഘടിപ്പിക്കുക. പിന്നെ സാംസ്കാരിക അധിനിവേശം, വിദ്യാഭ്യാസം, മതപ്രവർത്തനം, ഭാഷ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുക. പിന്നെ ഭരണവ്യവസ്ഥയുടെ രൂപമാറ്റൽ, അതായത് കോളനിവൽക്കരണ സാമ്രാജ്യത്വ ശക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണം നിലനിർത്തുക. പിന്നെ മറ്റൊന്ന് മേധാവിത്വം നിലനിർത്തലാണ്. ഉറപ്പന്നല്ലേ, ഒരു രാജ്യത്തിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ മേധാവികൾ തന്നെയല്ലേ. ഇതൊക്കെയാണ് ഇതിന് നമ്മുടെ
കോളനിവൽക്കരണത്തിൻ്റെ പ്രക്രിയ എന്ന് പറയും. ഇനി കോളനിവൽക്കരണത്തിൻ്റെ രീതികൾ ചോദിച്ചാൽ ഒന്നാമത്തെ സൈനിക അധിനിവേശമാണ്, സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് കോളനിയാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത് വാണിജ്യ അധിനിവേശം, നമ്മൾ വാണിജ്യത്തിലൂടെ മേധാവിത്വം സ്ഥാപിക്കുക. പിന്നെ സാംസ്കാരിക കോളനിവൽക്കരണം, സംസ്കാരത്തെ പൂർണ്ണമായിട്ടും സാമ്രാജ്യത്വ ശക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. പിന്നെ പരോക്ഷ ഭരണം, അതായത് നേരിട്ട് ഇടപെടില്ല, ഭരണകാര്യങ്ങളിൽ ആരെയും കൂടി ഉൾപ്പെടുത്തണം, തദ്ദേശീയരെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് പരോക്ഷ ഭരണം. പിന്നെ തദ്ദേശ വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്, ഇതൊക്കെയാണ് കോളനിവൽക്കരണത്തിൻ്റെ രീതികൾ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? 22 ഭാഗങ്ങളുണ്ട്, 395 ആർട്ടിക്കിളുകളുണ്ട്, 12 അനുബന്ധങ്ങളുമുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, സവിശേഷത എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നതും അത് സംരക്ഷിക്കാനുള്ള മാർഗങ്ങളുമായിട്ടാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തത് നിർദ്ദേശക തത്വങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഈ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചുള്ളതാണ്. പിന്നെ ഫെഡറൽ സംവിധാനമാണ് എന്നുള്ളതാണ്, അതായത് കേന്ദ്ര സംസ്ഥാന ഘടനയുണ്ട്, നിയമനിർമ്മാണം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ഒക്കെ വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാർലമെൻ്ററി ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ സ്വതന്ത്രവും അധികാരവുമുള്ള ജുഡീഷ്യറിയുണ്ട്. സാർവത്രികമായ പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യൻ ഭരണഘടന 18 വയസ്സ് പൂർത്തിയായ പൗരന്മാർക്ക് ഉറപ്പ് കൊടുക്കുന്നു. പിന്നെ ഭരണഘടന ഭേദഗതി സാധ്യമാണ് എന്നതാണ് ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത. പിന്നെ യൂണിറ്ററി ഫെഡറൽ ഭരണഘടനയാണ്, രണ്ടും കൂടി യോജിച്ച് ചേർന്ന് യൂണിറ്ററി സിസ്റ്റവും ഫെഡറൽ സിസ്റ്റവും ഒരുമിച്ച് പോകുന്ന ഒരു ഘടനയുണ്ട്. പിന്നെ മതേതരത്വവും സാമൂഹിക നീതിയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷത. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഈ ഒരു യൂണിറ്റ് ഈ ഒരു ബ്ലോക്കിലുള്ളൂ. ഓക്കെ, താങ്ക്സ്.